വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്കിഡ് ആയി കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ചരിയും. അപ്പോൾ ഓപ്പോസിറ്റ് ട്രാക്കിൽ വരുന്ന വണ്ടി ഇടിച്ചിട്ടാണ് അവിടെ അപകടം ഗുരുതരമാകുന്നത്. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ABS ആണ്, ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ് അതിനെ പറയുന്നത്. ഈ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ള വണ്ടി മേടിക്കണമെന്ന് പറയുന്നതിന് കാരണം, ഇപ്പോൾ നമ്മൾ ABS ഇല്ലാത്തൊരു വണ്ടിയാണെന്ന് വിചാരിക്കും. ABS ഇല്ലാത്തൊരു വണ്ടിയിൽ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഡിസ്കിന്റെ രണ്ട് സൈഡിലും ബ്രേക്ക് പാഡ് ഒന്ന് ഒറ്റപ്പെടുത്തുമായിരിക്കും ബ്രേക്ക് ചവിട്ടുമ്പോൾ. അപ്പോൾ വണ്ടി സ്കിഡാവും. സ്കിഡാവുന്നതല്ല അവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ഇപ്പോൾ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്കിഡ് ആയി കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ചരിയും. അപ്പോൾ ഓപ്പോസിറ്റ് ട്രാക്കിൽ വരുന്ന വണ്ടി ഇടിച്ചിട്ടാണ് അവിടെ അപകടം ഗുരുതരമാകുന്നത്. അതേസമയം ABS ഉള്ള വണ്ടികളിൽ ഇതേപോലെ തന്നെ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഈ ഡിസ്കിന്റെ രണ്ട് സൈഡിലും ബ്രേക്ക് പാഡ് ഒറ്റപ്പെടുത്തും പിടിക്കുന്നതിന് പകരം ഇങ്ങനെ വിട്ട് പിടിക്കാൻ തുടങ്ങും. വളരെ സ്പീഡിൽ ഇങ്ങനെ വിട്ട് പിടിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനും പറ്റും. സ്കിഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നേരെ തന്നെ വണ്ടി സ്കിഡ് ചെയ്യും. അപ്പൊ അപകടത്തിന്റെ ഗാഢത കുറവായിരിക്കും. അപ്പൊ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ ABS ഉള്ള വണ്ടിയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഒത്തിരി സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെയൊക്കെ സെയിൽ നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ABS ഇല്ലാത്ത വണ്ടികൾ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് പേജ് ഫോളോ ചെയ്യുക.